പല വിധത്തിലുള്ള ദാനധർമ്മങ്ങളും യാഗങ്ങളുമൊക്കെ ചെയ്തുകൊണ്ട് നളനും ദമയന്തിയും ഏറെ സന്തോഷമായി കാലം കഴിക്കുന്നു. ക്രമേണ അവർക്ക് ഇന്ദ്രസേനൻ എന്ന പുത്രനും ഇന്ദ്രസേന എന്ന ഒരു പുത്രിയും ജനിച്ചു. ദമയന്തി സ്വയംവരം കഴിഞ്ഞ് ഇന്ദ്രദേവന്മാർ മടങ്ങിപ്പോകും നേരം ചില സംഭവങ്ങളൊക്കെ സംഭവിച്ചിരുന്നു. സ്വയംവരം കഴിഞ്ഞ് മടങ്ങിപ്പോകും വഴി അതാ വരുന്നു കലിയും ദ്വാപരനും. അവരെ കണ്ട് ഇന്ദ്രൻ ചോദിച്ചു, എവിടേക്കാണ് രണ്ടുപേരും കൂടി പോകുന്നത്? കലി അതിന് മറുപടി പറഞ്ഞു, ഞങ്ങൾ ദമയന്തി സ്വയംവരത്തിന് പോവുകയാണ്. ദമയന്തിയുടെ സൗന്ദര്യത്തെപ്പറ്റി കേട്ട് എൻ്റെ മനസ്സ് അവളിൽ ആസക്തമായിരിക്കുന്നു. അതുകൊണ്ട് അവളെ കിട്ടുവാൻ ഞാൻ ആഗ്രഹിച്ച് അവിടേക്ക് പോവുകയാണ്. ഇത് കേട്ട് ഇന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി അതാഗ്രഹിച്ച് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. ദമയന്തിയുടെ സ്വയംവരം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വരുന്നത്. ദമയന്തിയെ വിവാഹം കഴിക്കുവാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അവൾ നളനെയാണ് ഭർത്താവായി സ്വീകരിച്ചത്. ഇന്ദ്രൻ ഇത് പറഞ്ഞത് കേട്ട് കലിക്ക് കോപം സഹിക്കുവാൻ കഴിഞ്ഞില്ല. എന്ത്, ഈ ദേവന്മാരെ എല്ലാം അവഗണിച്ചുകൊണ്ട് അവൾ ഒരു മനുഷ്യനെ ഭർത്താവായി സ്വീകരിച്ചുവെന്നോ?